നല്ലൊരു പ്രധാനമന്ത്രി, നല്ലൊരു മുഖ്യമന്ത്രിയാണുള്ളത്. 9ാം വയസ്സിൽ മുതലേ പിടിച്ച ഒരു പ്രധാനമന്ത്രിയും 14ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് തെങ്ങുമ കയറിയ ഒരു മുഖ്യമന്ത്രിയുള്ളപ്പോ എന്താ പേടിക്കാനുള്ളത്? 2 മാസം ഒരു ഭരണത്തെ ആകെ വിലയിരുത്തുന്ന കാലമല്ല നമുക്കറിയാം. പക്ഷെ ഏതാണ്ട് ഇതിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നിശ്ചയിക്കാൻ 2 മാസത്തെ കാലം. പൊതിച്ചോറ് കൊടുക്കാൻ പറ്റില്ല. 9 കൊല്ലമായി കൊടുക്കുന്ന പൊതിച്ചോറ് ജീവൻ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവരോട് ചോറ് നൽകരുതെന്ന് പറഞ്ഞ പോയി പണിയൊക്കെ പറയും ചെയ്യും. ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഈ കേരളത്തിൽ ചോറ് നൽകുമ്പോൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, കൊടിയുടെ നിറം നോക്കിയിട്ടില്ല. രോഗികൾ, കൂട്ടിരിപ്പുകാർക്ക് അതൊരു ആശ്വാസമാണ്. അതിനെ എന്തിനാണ് ആരോഗ്യമന്ത്രി അത് പറ്റില്ല എന്ന് പറയുന്നത്? അത് എന്തൊരു തെറ്റായ നിലപാടാണ്. എന്നാൽ പിന്നെ അതിൽ നിന്നും എല്ലാം മാറുന്ന സ്ഥിതി വന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം രക്തദാനം നൽകിയ യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏറ്റവും അധികം രക്തദാനം നൽകിയ സംഘടനയാണ് ഡിവൈഎഫ്ഐ. നാളെ ഡിവൈഎഫ്ഐയുടെ രക്തം വേണ്ടെന്ന് ഈ സർക്കാർ പറയുന്നു. പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ജീവൻ ഉൾപ്പെടെ നൽകിയാലും പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് ധീരതയോടുകൂടി യുവജനങ്ങൾ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്ന യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ. വൈദ്യുതി മന്ത്രി ഇപ്പൊ ചെയ്യുന്നത് KPCC പ്രസിഡന്റിന്റെ പണിയല്ലേ? KSU പ്രസിഡന്റിനെ കണ്ടാൽ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. ഇപ്പൊ ഈ വേദിയിൽ ഞാൻ ഇറങ്ങി ആരെങ്കിലും വന്ന് ഷെയ്ക്കിനെന്ന മുഖം തിരിച്ചു പോയാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താ? അതാണ് KSU പ്രസിഡന്റ് തേവര കോളേജിൽ മുഖ്യമന്ത്രിയുടെ സമീപനത്തിലുണ്ടായിരുന്നു. എന്നാൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. കാരണം അഥവാ മുഖ്യമന്ത്രി KSU പ്രസിഡന്റിനെ അപ്പോ മുഖത്ത് നോക്കിയിരുന്നെങ്കിൽ ഒരു ക്രമസമാധാന പ്രശ്നം അവിടെ ഉണ്ടാകുമായിരുന്നു. അത് ഒഴിഞ്ഞു കിട്ടി. അതിൽ ആഭ്യന്തരമന്ത്രി സന്തോഷിച്ചു. ഇങ്ങനെ ഒരു തമ്മിലടി 2 മാസം തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഒരു UDF സർക്കാർ ഈ കേരളത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടോ? വൈദ്യുതി മന്ത്രിക്ക് വൈദ്യുതി വകുപ്പ് നോക്കാൻ നേരമില്ല. വൈദ്യുതി മന്ത്രി KPCC പ്രസിഡന്റ് പണിയെടുത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കം തീർക്കാൻ നടക്കുന്നു. അത് കാരണം കേരളം ഇരുട്ടിലാകുന്നു. ഇതല്ലേ പ്രശ്നം? ഇതാ വിഷയം. ഒരു എയിംസ് ഒരു സ്ഥലത്ത് വന്നാൽ എയിംസ് വരുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്. എയർപോർട്ട്, റെയിൽവേ കണക്ഷൻ തുടങ്ങിയവ വേണം. ഒരു എയിംസ് ഒരു പ്രദേശത്ത് വന്നാൽ ആ പ്രദേശത്തിന്റെ ചിത്രമാകെ മാറും. പുതിയ പുതിയ റോഡുകൾ, പുതിയ പുതിയ കെട്ടിടങ്ങൾ, പുതിയ പുതിയ ഹോട്ടലുകൾ, താമസ സൗകര്യങ്ങൾ, സ്ഥാപനങ്ങൾ, നിരവധി പേർക്ക് തൊഴിൽ. ഇത് നമ്മുടെ രാജ്യത്ത് കണ്ടുവന്നതാണ്. രാജ്യത്ത് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന 19 എയിംസുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആ പ്രദേശങ്ങളിൽ എയിംസ് വരുന്നതിന് മുമ്പുള്ള സ്ഥിതിയല്ല എയിംസ് വന്നതിന് ശേഷം. നിരവധി ആയിരക്കണക്കിന് മനുഷ്യർക്ക് അവിടെ ജോലി കിട്ടി. 10,000-കണക്കിന് മനുഷ്യർ അനുബന്ധ ജോലികൾ ചെയ്യുന്നു. നാടാകെ മാറുന്നു. ഏറ്റവും പുതിയ രീതിയിലുള്ള റോഡുകൾ, മറ്റ് കണക്ടിവിറ്റികൾ എല്ലാം വരുന്നു. ഒരു പ്രദേശത്തിന്റെ ചിത്രമാകെ മാറുന്നു. രാജ്യത്തെ ഏറ്റവും നല്ല ഡോക്ടർമാരെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം, രാജ്യത്തെ ഏറ്റവും മികച്ച ഗവേഷണ കേന്ദ്രം, രാജ്യത്തെ ഏറ്റവും നല്ല നിലയിൽ പുതിയ പുതിയ കാലത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ എങ്ങനെ ഇടപെടാമെന്നുള്ള പഠനങ്ങൾ നടക്കുന്ന കേന്ദ്രം, ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും അപകടകരമായ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ചികിത്സ നൽകുന്ന കേന്ദ്രം. ഇങ്ങനെ എയിംസ് ഈ നിലയിലാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. എയിംസ് സാധാരണ ഏത് സംസ്ഥാനങ്ങൾക്കാണ് കൊടുക്കുക? എന്താണ് എയിംസ് നൽകുന്നതിന്റെ ക്രൈറ്റീരിയയിൽ ഒന്ന് റെയിൽവേ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി, വാട്ടർ കണക്ടിവിറ്റി തുടങ്ങിയവയാണെങ്കിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ജനസാന്ദ്രതയാണ്. തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്, ജനസംഖ്യയും ജനസാന്ദ്രതയും എയിംസ് നൽകുന്നതിന് ഒരു പ്രധാന കാരണമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 1 സ്ക്വയർ കിലോമീറ്ററിൽ ഇന്ത്യയിൽ ശരാശരി 386 മനുഷ്യർ ജീവിക്കുന്നെങ്കിൽ കേരളത്തിൽ 1 സ്ക്വയർ കിലോമീറ്ററിൽ ഏകദേശം 850ഓളം പേർ ജീവിക്കുന്നു. 3 ഇരട്ടിയാണ്. ഇന്ത്യയിലെ ജനസാന്ദ്രതയുടെ ശരാശരിയുടെ 3 ഇരട്ടിയാണ് കേരളത്തിൽ. അതല്ലേ നമുക്ക് നല്ല വീതിയുള്ള റോഡൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നത്. അങ്ങനെയുള്ള കേരളത്തിൽ 19+4 പ്രവർത്തിക്കുന്നതും അതിനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കാവുന്ന അനുവദിക്കപ്പെട്ടതുമായ 23 എയിംസുകൾ ഉണ്ടായിട്ട് ഒരു എയിംസ് കേരളത്തിൽ നൽകിയിട്ടില്ല. ഇതൊരു അവഗണനയാണ്. ഇന്ത്യയിലെ മറ്റ് ജനങ്ങൾ നികുതി നൽകുന്നത് പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സംസ്ഥാനത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളും നികുതി നൽകിയാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തോടുള്ള അവഗണന? ഗൗരവമൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ
പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിന് ഇന്ത്യക്കല്ല ലോകത്തിന് മാതൃകയായ സംസ്ഥാനത്തിന്റെ പേരാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച കേരള മോഡൽ. കേരളം അങ്ങനെ വന്നതാണ്. പൊതുജനാരോഗ്യ സമ്പ്രദായം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ സാധാരണ മനുഷ്യർക്ക് ചുരുങ്ങിയ ചെലവിലും സൗജന്യമായും ചികിത്സ ലഭിക്കുന്ന നിലയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ ആശുപത്രി മേഖലയിൽ മാറ്റിത്തീർക്കാൻ കാരണമായത് കേരളത്തിൽ മാറി ഭരിച്ച ഇടതുപക്ഷ സർക്കാരുകളാണെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. അഭിമാനത്തോടെ നമുക്ക് പറയാം, അത് കേരള മോഡലാണ്. അങ്ങനെ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിന് ഇന്ത്യക്കല്ല ലോകത്തിന് മാതൃകയായ കേരളത്തിൽ എയിംസ് ഇല്ല എന്നുള്ളത് എല്ലാവരും ഒരുപോലെ നിന്ന് പ്രതിഷേധിക്കേണ്ട, നേടിയെടുക്കേണ്ട ഒരു ആവശ്യമാണ്. അതിലാർക്കും തർക്കമില്ല. ഇത് കുറെ കാലമായി കേരളം ചർച്ച ചെയ്യും. മാറി വലിച്ച സർക്കാരുകൾ ഇതിനു വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്നു. അപ്പോഴാണ് 2016 സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. വളരെ ഗൗരവത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു. കേരളത്തിലെ എംപിമാരുടെ യോഗം വിളിച്ചുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, നമുക്കിത് നേടിയെടുക്കണം, നമ്മുടെ നാടിന്റെ ആവശ്യമാണ്, നമ്മുടെ നാടിന് മാറ്റമുണ്ടാക്കും, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആയുസ് ഇനിയും വർദ്ധിക്കും, അതുകൊണ്ട് ഇത് നേടിയെടുക്കണം എന്ന് മുഖ്യമന്ത്രി തന്നെ അഭ്യർത്ഥിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇടതുപക്ഷവും UDF-ഉം BJP-യും എല്ലാവരും അംഗീകരിക്കുന്നു. 100% കേരളത്തിലെ ജനങ്ങളും കേരളത്തിൽ എയിംസ് വേണമെന്ന് അംഗീകരിക്കുന്നു. പിന്നെ പ്രശ്നം എവിടെ വേണം? ഇതൊരു പ്രാദേശിക സങ്കുചിതവാദത്തിന്റെ ഭാഗമായുള്ള ഒത്തുചേരലല്ല. നിരവധി പഠനങ്ങളിലൂടെ ഒരു സംസ്ഥാന സർക്കാർ ഇത് വേണ്ടത് കോഴിക്കോട് ജില്ലയിലാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. അല്ലാതെ കോഴിക്കോട് ജില്ലയോട് എന്തെങ്കിലും ഒരു കൂടുതൽ താല്പര്യത്തിന്റെ ഭാഗമായി എയിംസ് കോഴിക്കോട് വേണമെന്ന് LDF സർക്കാർ തീരുമാനിച്ചതല്ല. മറ്റു 13 ജില്ലകളെയും അവഗണിച്ച് കോഴിക്കോടിന് ഒരു പ്രത്യേക പരിഗണന നൽകിയല്ല ഈ തീരുമാനം രണ്ടാമത് വന്ന സഖാവ് പിണറായി വിജയൻ നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നിശ്ചയിച്ചത്. നേരത്തെ പല സ്ഥലങ്ങളെയും പരിഗണിച്ചു. പിന്നീട് പഠനം നടത്തിയ പഠനത്തിൽ റെയിൽവേ കണക്ടിവിറ്റി, വാട്ടർ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി, അതോടൊപ്പം ഉത്തര മലബാറിലെ പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളും വരാൻ വേണ്ടി പറ്റുന്ന ഒരു കേന്ദ്രം. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് വരാം. ഞാൻ പറഞ്ഞില്ലേ, ഒഡീഷയിൽ എയിംസ് നടത്തുമ്പോൾ തൊട്ടടുത്ത പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ളവർ വരുന്നു. പശ്ചിമ ബംഗാൾ വലിയ സ്റ്റേറ്റാണ്, അവിടെ എയിംസ് ഉണ്ട്. എന്നാൽ പശ്ചിമ ബംഗാളിന്റെ ഒരു അറ്റം ഒഡീഷയുമായി അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കാസർഗോഡ് കർണാടകയെ അടുത്ത് കിടക്കുന്ന സ്ഥലം. കാസർഗോഡുള്ള ഒരാൾക്ക് തിരുവനന്തപുരത്ത് കേരളത്തിന്റെ തലസ്ഥാനത്ത് എത്തുന്നതിനേക്കാൾ എളുപ്പത്തിൽ കർണാടകയുടെ തലസ്ഥാനമായ കർണാടകയിലെത്താൻ പറ്റും. തൊട്ടടുത്ത് കാലെടുത്ത് വെച്ച മാംഗ്ലൂർ എത്താം. വയനാട് പോലുള്ള ഒരാൾക്ക് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് എത്തുന്നതിനേക്കാൾ എളുപ്പ വേഗത്തിൽ കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിലെത്താം. നമ്മുടെ ഓരോ ജില്ലയും ഓരോ സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്നു. അവർക്കുൾപ്പെടെ എത്തിപ്പെടാൻ, ചികിത്സ ലഭിക്കാൻ സാധ്യതയാണ് എയിംസ്. ലക്ഷദ്വീപിലുള്ളവർക്ക് വേണമെങ്കിൽ എയിംസിലേക്ക് വരാം. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാന കേന്ദ്രമാണ്. കണ്ണൂർ, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലുള്ളവർക്ക് കോഴിക്കോട്ടേക്ക് എത്താം. ഈവൻ കാസർഗോഡും എത്താം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ടവറുകളൊക്കെ പൊളിഞ്ഞു വീടുന്നുണ്ടെങ്കിലും പഴയ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ കണക്ടിവിറ്റി ഉണ്ട്, റോഡ് കണക്ടിവിറ്റി ഉണ്ട്, വാട്ടർ കണക്ടിവിറ്റി ഉണ്ട്, ഇതൊക്കെയുണ്ട്. അങ്ങനെ LDF ഗവൺമെന്റ് പഠിച്ചു. ആ പഠനത്തിലൂടെ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ് കോഴിക്കോട് ജില്ലയ്ക്ക് എയിംസ് നൽകണം. 2021 വീണ്ടും അധികാരത്തിൽ വന്ന LDF സർക്കാർ കോഴിക്കോട് എയിംസ് വേണമെന്നുള്ള തീരുമാനം കൈക്കൊണ്ടത് കൃത്യമായ പഠനത്തിലൂടെയാണ്. എല്ലാവരും അംഗീകരിച്ചു. MP-മാരുടെ യോഗത്തിൽ ഇത് അവതരിപ്പിച്ചു. അങ്ങനെയാണ് പിന്നെ സ്ഥലം കണ്ടെത്തിയത്. ആ സ്ഥലം കണ്ടെത്തിയാണ് ഇപ്പോൾ സച്ചിൻ ദേവ് ഇവിടെ വന്നല്ലോ. സച്ചിൻ ദേവ് MLA ആയ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ കിനാലൂരിൽ KSIDCയുടെ സ്ഥലം ആദ്യം കണ്ടെത്തി. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ 151.52 ഏക്കർ സ്ഥലം, ഏറെക്കുറെ 151.5 ഏക്കർ എന്ന് പറയാം. ആ സ്ഥലം കണ്ടെത്തി. വ്യവസായ വകുപ്പുമായി ചർച്ച ചെയ്തു മുഖ്യമന്ത്രി. വ്യവസായ വകുപ്പുമായി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിച്ചു, ഇത് ആരോഗ്യ വകുപ്പിന് കൈമാറണം, കേരളത്തിൽ ആരോഗ്യ വകുപ്പിന് കൈമാറണം. അങ്ങനെ 151.52 ഏക്കർ ഭൂമി LDF ഗവൺമെന്റ് എയിംസ് കൊണ്ടുവരാൻ വേണ്ടി
കേരളത്തിന്റെ വ്യവസായ വകുപ്പ് ആരോഗ്യ വകുപ്പിന് ഭൂമി കൈമാറി, ആരോഗ്യ വിദ്യാഭ്യാസ മേഖല വകുപ്പിന് കൈമാറി. പിന്നെയും വേണം ഭൂമി, ഏകദേശം 200 ഏക്കറിലധികം ഭൂമി വേണം. അങ്ങനെ ഒരു 100 ഏക്കർ ഭൂമി, ഇത് കിനാലൂർ വില്ലേജിലാണെങ്കിൽ തൊട്ടടുത്ത കാന്തലാട് വില്ലേജിൽ നിന്നും കിനാലൂർ വില്ലേജിൽ നിന്നുമായി 193 കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി 100 ഏക്കർ കണ്ടെത്തി. അവിടെ കെട്ടിടങ്ങളുണ്ട്, വീടുണ്ട്. ഈ 193 കുടുംബങ്ങളുടേതായ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ്. എല്ലാവരുമായി ചർച്ച ചെയ്തു. ആ ചർച്ചയ്ക്ക് ജനപ്രതിനിധികൾ, ആ ചർച്ചയ്ക്ക് CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചർച്ച നടത്തി. എല്ലാവരും അംഗീകരിച്ചു. അതിലെല്ലാവരും ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചു. ഇത് വേണം, ഇത് വരുന്നതിന് ഞങ്ങളുടെ ഭൂമി നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. എയിംസ് വരുന്നതിന് ഞങ്ങളുടെ വീട് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. എയിംസ് വരുന്നതിന് ഞങ്ങളുടെ കെട്ടിടം നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഐക്യകണ്ഠേന എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ 94 വീട്, 10 കെട്ടിടം, ഈ പറയുന്ന 100 ഏക്കർ ഭൂമി, 193 കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള അവകാശികൾ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചു, തീരുമാനിച്ചു. 2023 റവന്യൂ വകുപ്പ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്തു. 11-1 നോട്ടിഫിക്കേഷൻ. ജനപ്രതിനിധികൾക്കറിയാം, ഭൂമി ലാൻഡ് അക്വസിഷനുമായി ബന്ധപ്പെട്ട്, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചുവടുവെപ്പ് നടത്തി. കെട്ടിടങ്ങളുടെ വില, മറ്റു വിലകൾ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തി. ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ 15 ദിവസം സമയം കൊടുക്കും. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയാൻ 15 ദിവസം സമയം കൊടുക്കും. ഈ 15 ദിവസത്തിനിടയിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേ, മറ്റു പ്രശ്നം, ഇത് നീണ്ടുപോകും. അങ്ങനെ എത്ര ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നീണ്ടുപോയിട്ടുണ്ട്. റോഡിന്റെ ഒക്കെ ഭാഗമായ ഭൂമി ഏറ്റെടുക്കൽ നടപടി നീണ്ടുപോയിട്ടുണ്ട്. ഈ റോഡ് വീതി കൂട്ടാനുള്ളതാണ്. ഇവിടുന്ന് അങ്ങോട്ട് പാവങ്ങാട് വരെയുള്ള റോഡ് വീതി കൂട്ടാനാണ്. ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് LDF ഗവൺമെന്റ് കാലത്ത് കടന്നതാണ്. ഇങ്ങനെ ഒരുപാട് റോഡുണ്ട്. അതിന് ഒരാൾ പരാതി കൊടുത്താൽ, ഒരു വ്യക്തി കോടതിയിൽ പോയാൽ അത് ദീർഘകാലം, വർഷങ്ങളോളം നീണ്ടു. എന്നാൽ ഈ പറയുന്ന 100 ഏക്കർ ഭൂമി, 193 കുടുംബങ്ങൾ അവകാശികളായ 100 ഏക്കർ ഭൂമിയിൽ 94 വീടുകൾ, 10 കെട്ടിടങ്ങൾ അടങ്ങിയ ഈ കാന്തലാട്, അതുപോലെ തന്നെ കിനാലൂർ വില്ലേജുകളിൽ സ്ഥലത്തിൽ 15 ദിവസത്തിനിടയിൽ ഒരു വ്യക്തി പോലും പരാതി നൽകാതെ സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാടിനോട് യോജിച്ചു. അതതിന്റെ പ്രത്യേകത. അത്ര കാര്യങ്ങൾ ചെയ്തു. അതിനൊരു സ്പെഷ്യൽ ഓഫീസർ വെച്ചു. ഒരു സ്പെഷ്യൽ ഓഫീസറെ വെച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിലപാട് സ്വീകരിച്ചു. ഈ ജില്ലയിലെ MLA, ബാലുശ്ശേരി MLA ഉൾപ്പെടെ ഈ ജില്ലയിലെ മന്ത്രിമാർ, മുഖ്യമന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ മുന്നോട്ട് പോയി. അപ്പോഴാണ് ഇലക്ഷൻ വന്നത്. അതിനിടയിൽ ഇവിടെ സഖാവ് പ്രദീപ് കുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി ചില പ്രസ്താവനകൾ നടത്തി. പക്ഷെ അതൊന്നും ഇതിനെ ബാധിച്ചില്ല. ഗവൺമെന്റ് മുന്നോട്ട് പോയി. ഇനി ആകെ ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോഴാണ് ഇലക്ഷൻ വന്നു, ഭരണം മാറി, ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചു. ഭരണം മാറി, ജനാധിപത്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു. ഭരണം മാറിയതിനു ശേഷം ചേർന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം ഞങ്ങൾ ഉന്നയിച്ചു. ഞാൻ വ്യക്തിപരമായി പ്രസംഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചു. ഈ വിഷയം ഉന്നയിച്ച ഘട്ടത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ K. മുരളീധരൻ അതിന് മറുപടി നൽകി. ശ്രീ K. മുരളീധരൻ കോഴിക്കോട് തമ്മിലുള്ള ബന്ധം ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ല. അദ്ദേഹത്തിന് ചില കോഴിക്കോടുമായി ജനപ്രതിനിധി എന്നുള്ളതിൽ ചില അപൂർവമായ പ്രത്യേകതകളുണ്ട്. കോഴിക്കോട്ടെ 2 ലോകസഭാ മണ്ഡലത്തിന്റെയും MP ആയി ജയിച്ച ഒരാളാണ്. കോഴിക്കോടും ജയിച്ചിട്ടുണ്ട്, വടകരയും ജയിച്ചിട്ടുണ്ട്. കോഴിക്കോട് 89-ലും ജയിച്ചു, 91-ലും ജയിച്ചു, പിന്നെ ഒരു തവണയും ജയിച്ചു, വടകര ഒരു തവണ ജയിച്ചു പോയിട്ടുണ്ട്. അപ്പൊ കോഴിക്കോടിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല. ഇവിടെ എയിംസ് വരുന്നതിന് വ്യത്യസ്ത അഭിപ്രായം ശ്രീ K. മുരളീധരൻ ഉണ്ടാവേണ്ടതില്ല. ഇതൊരു പ്രാദേശികവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ അദ്ദേഹം പറഞ്ഞ മറുപടി, 4 സ്ഥലങ്ങളുടെ പേര് ഞങ്ങളിപ്പോ വീണ്ടും നൽകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, 4 സ്ഥലം എന്ന് പറയുമ്പോൾ കോഴിക്കോടിനെ നേരത്തെ ഐക്യകണ്ഠേന അംഗീകരിച്ച് കോഴിക്കോട് വ്യവസായ വകുപ്പ് KSIDCയുടെ സ്ഥലം ഏറ്റെടുത്ത് നൽകിയ കോഴിക്കോടിനെ
എന്തുകൊണ്ട് ഒരു സ്ഥലം എന്നുള്ള നിലയിൽ നേരത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തൊരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുക്കുന്നു? ചോദ്യത്തിന് ഉത്തരമില്ല. പുറത്തുനിന്ന് ആ ചോദ്യങ്ങൾ പലരും ഉയർത്തി, ഉത്തരമില്ല. 4 സ്ഥലം കൊടുത്തു. ഇനി സെൻട്രൽ ഗവൺമെന്റ് വീണ്ടും തീരുമാനിക്കാം. ഇത് കോഴിക്കോടിനെ അവഗണിക്കുന്നതിന് എയിംസ് കോഴിക്കോട് വരാതിരിക്കാനുള്ള നിലപാടിന്റെ ഭാഗമല്ലേ? സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കുന്ന ഒരു പ്രശ്നമല്ലേ? ഇതിലെല്ലാവരും ഒന്നിക്കണ്ടേ? എന്താണ് കോഴിക്കോട് MP ശ്രീ MK രാഘവൻ ഈ വിഷയത്തെ കുറിച്ചുള്ള അഭിപ്രായം? എന്താണ് കോഴിക്കോട് MP ശ്രീ MK രാഘവൻ കോഴിക്കോട് എയിംസ് ഒരു കേന്ദ്ര പദ്ധതി വരുന്നതിന് തടസ്സം നിൽക്കുന്ന UDF ഗവൺമെന്റിന്റെ സമീപനത്തെ കുറിച്ച് മിണ്ടാത്തത്? എന്താ ശബ്ദിക്കാത്തത്? ബാലുശ്ശേരി മണ്ഡലം, അവിടെ ഒരു MLA ഉണ്ടല്ലോ, UDF MLA. ആ UDF MLA ഇതിനെ കുറിച്ച് മിണ്ടുന്നുണ്ടോ? ഇതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ടോ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എനിക്കൊരാളൊരു വീഡിയോ അയച്ചു തന്നു. അത് കൊയിലാണ്ടി MLA DCC പ്രസിഡന്റിന്റെ ഒരു പത്രസമ്മേളനമാണ്. ഇവിടെ മാധ്യമ പ്രവർത്തകരുണ്ട്. ഞാൻ വിചാരിച്ചു എയിംസിനെ കുറിച്ച് പറയാനിരിക്കും. കോഴിക്കോട് എയിംസ് വേണം. കാരണം MLA-മാരൊക്കെ മുഴുവൻ MLA-മാരും ചേർന്ന് എയിംസ് വേണം എന്നുള്ള അഭിപ്രായമൊക്കെ അവിടെ പരസ്പരം പറഞ്ഞിരുന്നു. ഒപ്പുശേഖരണം നടത്തി മന്ത്രിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു ഒപ്പിട്ട് കൊടുത്തിരുന്നു. അപ്പൊ പത്രസമ്മേളനം നടത്തിയപ്പോ ഞാൻ വിചാരിച്ചു എയിംസ് വേണമെന്ന് DCC പ്രസിഡന്റായ MLA പറയുമെന്നാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് AICC സെക്രട്ടറി KC വേണുഗോപാലിനെതിരെയുള്ള സൈബർ ആക്രമണം അവസാനിപ്പിക്കണം. അവരെ പ്രശ്നം എപ്പോഴും അതാണ്. KC വേണുഗോപാലിനെതിരെയുള്ള സൈബർ ആക്രമണമോ, മുഖ്യമന്ത്രിയും KSU സംസ്ഥാന പ്രസിഡന്റും കണ്ടാൽ മിണ്ടാത്ത പ്രശ്നമോ, കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലോ അല്ല ഇവിടെ ജനം ഈ ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോടിന് ന്യായമായും ലഭ്യമായ ഒരു എയിംസ് ഒരു DCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് പോലും അതിനുവേണ്ടി നിലപാട് സ്വീകരിക്കുന്നില്ല. ഇതിലെല്ലാവരും ഒന്നിക്കണ്ടേ? ഇത് തെറ്റായ രീതിയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോ എന്താ ഒരു കുറവുള്ളത്? കേന്ദ്രവും കേരളവും വിചാരിച്ചാൽ അത് ബാക്കി കാര്യമായിട്ട് പോവാം. നല്ലൊരു പ്രധാനമന്ത്രി, നല്ലൊരു മുഖ്യമന്ത്രിയാണുള്ളത്. 9-ാം വയസ്സിൽ മുതലേ പിടിച്ച ഒരു പ്രധാനമന്ത്രിയും 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് തെങ്ങുമ കയറിയ ഒരു മുഖ്യമന്ത്രിയുള്ളപ്പോ എന്താ പേടിക്കാനുള്ളത്? എത്ര എളുപ്പത്തിൽ കിട്ടും. എന്നാൽ അതിലെടുക്കുന്ന സമീപനം എന്താണ്? ഈ സമീപനം ശരിയാണോ? ഇതിലെല്ലാവരും ഒന്നിക്കണം. ഇതിപ്പോ CPM ഒരു തുടക്കത്തിൽ ഒരു പ്രക്ഷോഭം നടത്തുന്നു. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഗൗരവത്തിൽ കാണുന്ന ഒരു വിഷയമാണ്. ഗൗരവത്തിൽ ഈ പ്രശ്നത്തെ കണ്ടു പോകണം. ഇതൊരു ന്യായമല്ല. അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 12 UDF ആണ്. 12 UDF MLA-മാർ, 2 MP-മാർ. വയനാട്ടിൽ ഒരു കഷ്ണം അവിടെ കൂട്ടിക്കുക, എന്നാൽ 2.25 എന്ന് പറയാം. ജില്ലാ പഞ്ചായത്ത് ഒക്കെ UDF അല്ലേ? ഒരു മാറ്റം അതല്ലേ വേണ്ടത്? എന്തേ മിണ്ടാത്തത്? ന്യായമായും കോഴിക്കോട് ലഭിക്കേണ്ട എയിംസ് ലഭ്യമാകുന്ന കാര്യത്തിൽ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രക്ഷോഭത്തിന് തയ്യാറാണ്. UDF, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഈ പ്രക്ഷോഭത്തിൽ നമുക്കൊപ്പം അണിനിരക്കാൻ തയ്യാറാണോ? ന്യായമായ ചോദ്യമല്ലേ? തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രക്ഷോഭം നടത്താം. ആരോഗ്യ വകുപ്പ് മന്ത്രി എടുത്ത തെറ്റായ നിലപാട്, കോഴിക്കോട് എന്ന ഒരേ ഒരു പേരിനെ വെട്ടി അത് 4 പേരാക്കിയ നിലപാട് തെറ്റാണെന്ന് പറയാൻ ഈ കോഴിക്കോട് ജില്ലയിലെ UDF MLA-മാർ തയ്യാറാണോ? ഈ കോഴിക്കോട് ജില്ലയിലെ MP തയ്യാറാണോ? ഈ കോഴിക്കോട് ജില്ലയിലെ UDF സംവിധാനം തയ്യാറാണോ? ഇതാണ് ചോദ്യം. ഇത് സ്വാഭാവികമാണ്. ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ബാക്കി മോഹനമാഷ് ഇവിടെ വിശദീകരിച്ച് സംസാരിക്കും. സഖാക്കൾ KK ലതികയും വസീഫൊക്കെ സംസാരിക്കാനുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകും. ഭരണം, ഒരു ഭരണം 2 മാസം ആകാൻ പോകുന്നു. 2 മാസം ഒരു ഭരണത്തെ ആകെ വിലയിരുത്തുന്ന കാലമല്ല നമുക്കറിയാം. പക്ഷെ ഏതാണ്ട് ഇതിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നിശ്ചയിക്കാൻ 2 മാസത്തെ കാലം. ഇവിടെ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന പലരിലും ലോകകപ്പ് ഫൈനൽ കഴിഞ്ഞപ്പോൾ നല്ല ആഹ്ലാദമുള്ളവരുണ്ട്, വിഷമമുള്ളവരുണ്ട്. ഞാൻ കുറച്ച് വിഷമത്തിലാണ് അർജന്റീന പോയി. പക്ഷെ ഒരു കളി ഇന്നലെ കളിച്ചില്ല. മെസ്സിക്ക് തന്നെ ബോൾ കിട്ടിയ അവസാനമാണ്. എന്താ പറ്റിയെന്നറിയില്ല. എന്നാൽ ബ്രസീലിന്റെ പ്രിയപ്പെട്ടവർ, ഇപ്പൊ വസീഫൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, രാത്രി ഇതിനെ വിളിക്കുന്നു കളി കഴിഞ്ഞപ്പോ. എനിക്ക് മനസ്സിലായി വീഡിയോ എന്തിനാണ്.
ആദ്യം ഞാൻ എടുത്തില്ല, പിന്നെയും വിളി. അപ്പൊ എടുത്തു. ഞാൻ പറഞ്ഞു നല്ല പനിയാ, പിന്നെ സംസാരിക്കാം. നമുക്ക് ലോകകപ്പ് ഫൈനൽ കാണുമ്പോൾ ഏത് ടീമിനെ പിന്തുണക്കുന്നവരായിക്കൊള്ളട്ടെ ഒരു ഭയം ഉണ്ടായിരുന്നില്ലേ? എനിക്ക് ഭയമുണ്ടായിരുന്നു. മെസ്സി അളന്നു മുറിച്ച് നൽകുന്ന ക്രോസ് അടിയാ നേരത്തെ കരണ്ടു പോകുന്നു, നമുക്കൊക്കെ പേടിയുണ്ടായി. 2022 ലോകകപ്പിന് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. 2018 ലോകകപ്പിന് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. എന്തേ ഇന്ന് ഇങ്ങനെ ഒരു പേടി? എപ്പോഴാ കരണ്ടു പോകുന്നറിയില്ല. എന്താ ഇങ്ങനെ ഒരു അവസ്ഥ? ഇടപെടേണ്ട ഘട്ടങ്ങളിൽ ഇടപെടാൻ തയ്യാറാകാത്ത ഒരു സർക്കാരായി UDF സർക്കാർ മാറി. UDF സർക്കാരിന്റെ മിസ്മാനേജ്മെന്റ് വൈദ്യുതി മേഖലയിൽ ഉണ്ടായി. ഈ ഘട്ടങ്ങളിൽ നമ്മൾ എടുക്കേണ്ട സമീപനമില്ലേ? കേരളത്തിന് ആവശ്യമുള്ള 400ഓളം മെഗാവാട്ട് വൈദ്യുതി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ചുരുങ്ങിയ ചെലവിൽ വാങ്ങണം. വൈദ്യുതി മന്ത്രി പറഞ്ഞു, അയ്യോ 10 ഉറുപ്പിയിലധികം യൂണിറ്റിന് വൈദ്യുതി ലഭിക്കുന്ന സ്ഥലമല്ലേ. നമ്മൾ പല സ്ഥലത്തും പരിശോധിച്ചു. അപ്പോഴാണ് പവർ സെന്ററിൽ നിന്ന് വിവരം കിട്ടുന്നത്, കർണാടക സംസ്ഥാനം 9 രൂപ 2 പൈസക്ക് വൈദ്യുതി കൊടുത്തിട്ടുണ്ട് ജൂലൈ മാസം 15-ന്. ജൂലൈ മാസം 15-ന് കൊടുത്തിട്ടുണ്ട്. കർണാടക ഭരിക്കുന്ന ആരാ? കോൺഗ്രസ്. കേരളം ഭരിക്കുന്ന ആരാ? കോൺഗ്രസ്. കേരളത്തിന്റെ വൈദ്യുതി മന്ത്രി ആരാണ്? കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ്. KPCC പ്രസിഡന്റായ വൈദ്യുതി മന്ത്രി ഉണ്ടായിരിക്കെ 9 രൂപ 2 പൈസക്ക് വൈദ്യുതി തൊട്ടടുത്ത നോക്കിയാൽ കാണുന്ന കർണാടകയിൽ നിന്നും, കർണാടക ഗവൺമെന്റിൽ നിന്നും വാങ്ങാൻ സാധിക്കുന്ന സാഹചര്യം എങ്ങനെ ഒഴിവായി? ഗൗരവമുള്ള പ്രശ്നമല്ലേ? എങ്ങനെ ഒഴിവായി? ബാക്കി എല്ലാ കാര്യവും ഇലക്ഷന് കർണാടക സഹായം നൽകിയിട്ടുണ്ട്, നമുക്കറിയാലോ. അതിനൊരു കുറവുണ്ടായിട്ടില്ല. MLA-മാർക്ക് പ്രത്യേക സഹായം. MLA-മാർക്കല്ല, സ്ഥാനാർത്ഥികൾക്ക് മത്സരിച്ച സഹായമായിരുന്നു. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് കർണാടക സംസ്ഥാനമാണ്. എന്റെ വൈദ്യുതി വാങ്ങുന്ന കാര്യത്തിൽ ആ നിലപാടുണ്ടായില്ല. അപ്പോ പിന്നെ വൈദ്യുതി മന്ത്രി പറഞ്ഞു, ഒരു ദീർഘകാല കരാർ LDF ഗവൺമെന്റിന്റെ കാലത്ത് ഒഴിവാക്കിയതാ പ്രശ്നം. LDF ഗവൺമെന്റ് ഒഴിവാക്കിയതാണോ? അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് 2 ദിവസം മുമ്പ് വ്യക്തമാക്കിയതല്ലേ? ദീർഘകാല കരാർ LDF ഗവൺമെന്റ് ഒഴിവാക്കുകയല്ല, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും അതുമായി തുടർന്ന് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ കോടതിയുമായി ബന്ധപ്പെട്ട, കരാറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കോടതി ഇടപെട്ട പ്രശ്നങ്ങൾ, എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മിസ് മാനേജ്മെന്റ് ഇതിനുണ്ടായി. അതിന് വൈദ്യുതി മന്ത്രിക്ക് ഇതിനൊക്കെ സമയമുണ്ടോ? വൈദ്യുതി മന്ത്രി ഇപ്പൊ ചെയ്യുന്നത് KPCC പ്രസിഡന്റിന്റെ പണിയല്ലേ? KSU പ്രസിഡന്റിനെ കണ്ടാൽ മുഖ്യമന്ത്രി കൊണ്ടുവന്നില്ല. ഇപ്പൊ ഈ വേദിയിൽ ഞാൻ ഇറങ്ങി ആരെങ്കിലും വന്ന് ഷെയ്ക്കിനെന്ന മുഖം തിരിച്ചു പോയാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താ? അതാണ് KSU പ്രസിഡന്റിന് തേവര കോളേജിൽ മുഖ്യമന്ത്രിയുടെ സമീപനത്തിലുണ്ടായിരുന്നു. എന്നാൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. കാരണം അഥവാ മുഖ്യമന്ത്രി KSU പ്രസിഡന്റിനെ അപ്പോ മുഖത്ത് നോക്കിയിരുന്നെങ്കിൽ ഒരു ക്രമസമാധാന പ്രശ്നം അവിടെ ഉണ്ടാകുമായിരുന്നു. അത് ഒഴിഞ്ഞു കിട്ടി. അതിൽ ആഭ്യന്തരമന്ത്രി സന്തോഷിച്ചു. ഇങ്ങനെ ഒരു തമ്മിലടി 2 മാസം തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഒരു UDF സർക്കാർ ഈ കേരളത്തിന് മുമ്പുണ്ടായിട്ടുണ്ടോ? വൈദ്യുതി മന്ത്രിക്ക് വൈദ്യുതി വകുപ്പ് നോക്കാൻ നേരമില്ല. വൈദ്യുതി മന്ത്രി KPCC പ്രസിഡന്റ് പണിയെടുത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കം തീർക്കാൻ നടക്കുന്നു. അത് കാരണം കേരളം ഇരുട്ടിലാകുന്നു. ഇതല്ലേ പ്രശ്നം? ഇതാ വിഷയം. ഏകീകരിച്ചൊരു അഭിപ്രായം മന്ത്രിമാർക്കുണ്ടോ? വന്ദേ മാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴുവൻ ഈരടികളും പാടുന്നതുമായി ബന്ധപ്പെട്ട് ചില മന്ത്രിമാർക്ക് വ്യത്യസ്ത അഭിപ്രായം. എന്നാലും പാടി. PM-ശ്രീയുമായി ബന്ധപ്പെട്ട് ചില മന്ത്രിമാർക്ക് വ്യത്യസ്ത അഭിപ്രായം. അതും അവിടെ കിടക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റിലെ പരാമർശം മുഖ്യമന്ത്രിക്ക് ഒരു അഭിപ്രായം, മറ്റൊരു മന്ത്രിക്ക് വേറൊരു അഭിപ്രായം. ഓരോ വിഷയത്തിലും മന്ത്രിമാർക്ക് വ്യത്യസ്ത അഭിപ്രായം. ധവളപത്രവുമായി ബന്ധപ്പെട്ട് തൊഴിൽ കൊഴിഞ്ഞുപോക്കുണ്ടാകുമോ എന്ന് മന്ത്രിസഭ ചർച്ച ചെയ്ത് നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു ധവളപത്രവുമായി ബന്ധപ്പെട്ട് പിന്നീട് മറ്റൊരു മന്ത്രി പ്രതികരിക്കുന്നു. എന്തിന്? കേരളത്തിൽ മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് യോജിച്ച അഭിപ്രായമുണ്ടോ? റോഡിലൊക്കെ കുഴി ഉണ്ടാവും, കാരണം നല്ല മഴയാണെന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത്. പകർച്ചവ്യാധി ഇനിയും ഉണ്ടാകും, കാരണം നല്ല മഴയാണെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ പവർ കട്ട് ഉണ്ടാവും, കാരണം മഴയില്ല എന്നാണ് വൈദ്യുതി മന്ത്രി പറഞ്ഞത്. ഇതിൽ ഏതാണ് ശരി?
മഴയുടെ കാര്യത്തിലെങ്കിലും യോജിച്ചൊരു അഭിപ്രായം എടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സർക്കാരാണെന്ന് ഈ 2 മാസത്തിനിടയിൽ തെളിയിച്ചില്ലേ? പിന്നെ അതന്നെ പുറത്ത് നോക്കാനും നേരമില്ല. പിന്നെ ഇതൊക്കെ നാട് മനസ്സിലാക്കും. മാറ്റം ആഗ്രഹിച്ചവർ ഇപ്പൊ നാറ്റം അനുഭവിക്കുന്നു. അതാണ് കേരളത്തിന്റെ സ്ഥിതി. നേരിട്ട് പറയുകയാണ്, കടലോര മേഖലയിൽ പോകാൻ വേണ്ടി പറ്റില്ല. ട്രോളിംഗ് നിരോധന ഘട്ടത്തിൽ കേരളം കാലാകാലമായി നൽകിയിരുന്ന സൗജന്യ റേഷൻ നൽകിയില്ല. അവസാനം പ്രതിപക്ഷ നേതാവ് സഭയിൽ പറയേണ്ടി വന്നു, നിവേദനം നൽകേണ്ടി വന്നു. 2 ആഴ്ച കഴിഞ്ഞാണ് ഒരൗദാര്യം പോലെ നൽകാമെന്ന് മന്ത്രി പറഞ്ഞത്. പഞ്ഞമാസ ധനസഹായം കാലാകാലങ്ങളായി 10 വർഷം മുടങ്ങാതെ LDF സർക്കാർ നൽകിയത് നൽകാതിരുന്നു. 2 ആഴ്ചക്കാലം. പ്രവാസികൾക്ക് പെൻഷൻ ഇല്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പൊളിക്കുന്ന പണി. കേരളത്തിന് ആശ്വാസമായ CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പൊളിക്കുന്നു. ആരോടാണ് ഈ വാശി കാണിക്കുന്നത്? എന്തിനാണ് ഈ വാശി? നല്ലതിന് സ്വീകരിച്ചൂടെ? ഇന്നലെ ആ DYFIയുടെ പൊതിച്ചോറ് വിതരണം മുടക്കാൻ നോക്കി. ആരെങ്കിലും അതിനൊക്കെ എതിർക്കുമോ? പിന്നെ യൂട്ടേൺ അടിച്ചത് വേറെ കാര്യം. പൊതിച്ചോറ് കൊടുക്കാൻ പറ്റില്ല. 9 കൊല്ലമായി കൊടുക്കുന്ന പൊതിച്ചോറ് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഈ കേരളത്തിൽ ചോറ് നൽകുമ്പോൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, കൊടിയുടെ നിറം നോക്കിയിട്ടില്ല. രോഗികൾ, കൂട്ടിരിപ്പുകാർക്ക് അതൊരു ആശ്വാസമാണ്. ഓരോ വീടുകളിൽ നിന്നും അത് ശേഖരിച്ച് അത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് വിതരണം ചെയ്യുന്നു. അതിനെ എന്തിനാണ് ആരോഗ്യമന്ത്രി അത് പറ്റില്ല എന്ന് പറയുന്നത്? അത് എന്തൊരു തെറ്റായ നിലപാടാണ്. എന്നാൽ പിന്നെ അതിൽ നിന്നും മെല്ലെ മാറുന്ന സ്ഥിതി വന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം രക്തദാനം നൽകിയ യുവജന സംഘടനയാണ് DYFI. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏറ്റവും അധികം രക്തദാനം നൽകിയ സംഘടനയാണ് DYFI. നാളെ DYFIയുടെ രക്തം വേണ്ടാന്ന് ഈ സർക്കാർ പറയുന്നു. പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ജീവൻ ഉൾപ്പെടെ നൽകിയാലും പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് ധീരതയോടുകൂടി യുവജനങ്ങൾ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്ന യുവജന സംഘടനയാണ് DYFI. ജീവൻ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവരോട് ചോറ് നൽകരുതെന്ന് പറഞ്ഞ പോയി പണിയൊക്കെ പറയും ചെയ്യും. അത് പറയും. അപ്പൊ അതുകൊണ്ട് ഭരണം എന്ത് നല്ലത് ചെയ്താലും ഞങ്ങൾ പിന്തുണക്കും. LDF ഗവൺമെന്റിന്റെ നല്ല പ്രവർത്തികൾ തുടരാൻ ആഗ്രഹിച്ചാൽ അതിനെ ഞങ്ങൾ പിന്തുണക്കും. എന്നാൽ തെറ്റ് ചെയ്താൽ, ഇത് 2 മാസം ആയിട്ടുള്ളൂ, ഇപ്പോഴേ എതിർക്കണോ എന്നൊരു വാദം പറഞ്ഞുകൊണ്ട് അഴിമതിയും തെറ്റും ചെയ്യാൻ ആരെങ്കിലും തയ്യാറായാൽ ആ അഴിമതിയെയും തെറ്റിനെയും തടയുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്നുള്ളത് ഈ നാട് ഭരിക്കുന്നവർ തിരിച്ചറിയണം, മനസ്സിലാക്കണം, മനസ്സിലാക്കി പോകണം. ഈ മുതലക്കളമൊക്കെ തന്നെ എത്ര പ്രക്ഷോഭങ്ങളെ 2011-16 കാലഘട്ടത്തിൽ കണ്ടതാണ്. പ്രക്ഷോഭങ്ങൾ ആരാണ് നിശ്ചയിക്കുന്നത്? പ്രതിപക്ഷമാണ്. പ്രക്ഷോഭങ്ങൾ നിശ്ചയിക്കുന്നത് സർക്കാരാണ്. സർക്കാരിന്റെ ചെയ്തികളാണ് സമരങ്ങളെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് നല്ല ചെയ്തികൾ, നല്ല കർമ്മങ്ങൾ നടത്തിയാൽ ഇവിടെ സമരം ഉണ്ടാകില്ല. തെറ്റായ കാര്യമായി പോയാൽ പ്രക്ഷോഭം ഉണ്ടാകും. അതുകൊണ്ട് പ്രക്ഷോഭം എന്ന് വേണം, എന്ന് വേണ്ട, ഏത് ഡേറ്റിൽ വേണം, ഏത് ഡേറ്റിൽ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല, സർക്കാരാണ്. ജനങ്ങൾ നല്ലത് ചെയ്താൽ അതിന്റെ കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ ജനങ്ങൾ എതിർക്കും. ഇവിടെ എയിംസ് ഈ നാടിന്റെ ആവശ്യമാണ്. ഇതൊരു പ്രാദേശികവാദത്തിന്റെ ഭാഗമായുള്ള പ്രശ്നമല്ല, ഇത് നാടിന്റെ ആവശ്യമാണ്. പഠനങ്ങളോടെ തെളിഞ്ഞതാണ്. അതുകൊണ്ട് എയിംസ് കോഴിക്കോട് നഷ്ടപ്പെടരുത് എന്നുള്ളത് ഈ സമൂഹം ആഗ്രഹിക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CPIM ഇത്തരത്തിലൊരു പ്രക്ഷോഭം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഈ ജില്ലയിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടുത്ത പങ്കെടുത്ത ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അഭിവാദ്യം.